ഈ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞിട്ട് ഈ മണ്ടന്മാര് എന്തൊക്കെ പോഴത്തൊഴി കാണിച്ചു കൂട്ടുന്നത്. ഈ നട റോഡിൽ പല ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട സമയം മെനക്കെടുത്തി അവരെ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഇവന്മാർ ഈ കൊട്ടിക്കലാശം ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന പല വീഡിയോസും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോരം ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവന്മാർ ഈ കോപ്രായം കാണിക്കുന്നത്. നിങ്ങൾക്ക് വല്ല കൊട്ടിക്കലാശോ എന്തെങ്കിലും പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ അതേപോലത്തെ സ്ഥലത്ത് ചെയ്യും. നിങ്ങളുടെ ബാക്കിയുള്ള ജനങ്ങളെ ദ്രോഹിക്കാണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുത്താണ്ട്. ഇത് നട റോഡിൽ നിന്നിട്ടാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു സമയത്ത് ഞാൻ പുറത്തേക്ക് പോകുന്ന ഒരു അത്യാവശ്യത്തിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ മെയിൻ ജംഗ്ഷനിലാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി ആംബുലൻസ് വരുമ്പോഴത്തേക്കും അതിന് കിടന്നിട്ട് ഈ പാർട്ടിക്കാർ ഈ അവിടെ വന്നേക്കുന്ന ആൾക്കാർ കിടന്നിട്ട് വായു വിളിക്കണം ഈ ആംബുലൻസ് വിടാൻ വേണ്ടി. അപ്പോൾ ഇത് മരിക്കുന്ന നേരത്തെ വേണ്ടി പളർന്ന ഇതൊരു മെയിൻ റോഡാണ്. പല സമയങ്ങളിലും ആംബുലൻസ് പാതിരാത്രി വരെ 3-4 ആംബുലൻസ് കിടക്ക് ഇടവിട്ട് പോകാറുണ്ട്. അപ്പം ഇതൊന്നും ആലോചിക്കാണ്ട് ചിന്തിക്കാണ്ട് അവർക്ക് തോന്നുന്ന പോലെ കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടിക്കലാശം നടത്തുന്നത്. അതിൽ ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുന്നുണ്ട്, ആര് ചാകനുണ്ടെന്നൊന്നും ഇവന്മാർക്കില്ല. എന്നിട്ട് ഞാൻ ആ ബ്ലോക്കിൻ്റെ അവിടെ ചെന്ന് ഹോൺ നിർത്താണ്ട് ഹോൺ അടിച്ചപ്പോഴത്തേക്കും ഒരുത്തൻ പറയും ചേട്ടാ ഇപ്പോൾ പോകില്ലെന്നുള്ള സംഭവം പറയണം. അത് എന്തോ ഭാഗത്തിന് എൻ്റെ ബാക്കിൽ വൈഫ് ഉള്ളതുകൊണ്ടിട്ട് അവന്മാർ ചിലപ്പോൾ ഒന്നും ചെയ്തില്ല. ചിലപ്പോൾ ഞാൻ ഒറ്റക്കാരൻ ചിലപ്പോൾ എന്നെ പിടിച്ച് തല്ലിയാനെ, മനസ്സിലായില്ലേ? എന്തോ അവന്മാരുടെ ഒരു അവകാശം പോലെയാണ് ബാക്കിയുള്ള സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇവന്മാരുടെ ഈ കോപ്രായം കാണിക്കുന്നത് എന്തോ അവന്മാരുടെ ഒരു അവകാശം പോലെയാണ്. കുറേ സ്ഥലങ്ങളിൽ പോലീസുകാർ വെറുതെ മാറി നോക്കി നിൽക്കുകയും ചെയ്യാണ്ട്, മനസ്സിലായില്ലേ? ഇതൊക്കെ ആരാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് ആലോചിക്കണത്. എന്നിട്ട് അവിടെ നിന്ന് വേറൊരു വഴി കട്ട് ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാൻ ഹോൺ അടിച്ച് കൊണ്ടിട്ട് വേറെ ആൾ വന്നിട്ട് പറഞ്ഞ് എടാ ഹോൺ അടിക്കില്ലടാ, ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ പിന്നെ ആൾക്കാർക്ക് പോകണ്ടേ എന്ന് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു അതൊക്കെ ശരി, ഈ അവിടെ ഈ കോപ്പറേറ്റ് കാണിച്ചിട്ടുണ്ടെക്കുന്ന ഈ പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പം ഈ ഇവന്മാർക്ക് പിന്നെയും ബുദ്ധിയില്ലെന്ന് വിചാരിക്കാം. അപ്പം ഈ സ്വന്തം ഈ എന്താ സഞ്ചാര സ്വാതന്ത്ര്യം ബ്ലോക്ക് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരെ ഇതൊക്കെ തടസ്സപ്പെടുത്തുന്ന അവർക്ക് പോയിട്ട് വോട്ട് ചെയ്യുന്ന ഈ ജനങ്ങളെപ്പോലുള്ള കഴുതകൾ എന്ത് പറയേണ്ടതാണ്. അല്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ സമ്മതിച്ചു. പക്ഷേ ഇതേപോലുള്ള ആൾക്കാർക്ക് എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് ഇവന്മാർ ഈ ആൾക്കാരെയൊക്കെ എല്ലാം ബ്ലോക്ക്